BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ചടങ്ങിൽ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കാങ്ങലു മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരണ മാഝി, കേന്ദ്രമന്ത്രിമാർ, സഹമന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബഹ്റൈനിൽ നിന്നുള്ള പ്രതിനിധി സംഘവും പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുത്തു. 70 രാജ്യങ്ങളിൽ നിന്നായി 8000-ഓളം ഇന്ത്യൻ പ്രവാസി പ്രതിനിധികളാണ് ചടങ്ങുകളിൽ സംബന്ധിക്കുക. വികസിത ഭാരതത്തിനായുള്ള പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രവാസി കേരളീയ പ്രതിനിധികളുമായും നോർക്ക സംഘം ആശയവിനിമയം നടത്തും. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങളും സമ്മാനിക്കും. നോർക്കയുടെ ഇക്കഴിഞ്ഞ കലണ്ടർ വർഷത്തെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച അച്ചീവ്മെന്റ് കലണ്ടർ ചടങ്ങിൽ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ എം.എ. യൂസഫ് അലി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ഓണററി കോൺസുലർ ഡോക്ടർ സനാതനന് നൽകി പ്രകാശനം ചെയ്തു. പ്രവാസി കേരളീയരും നോർക്ക പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. നോർക്ക റൂട്ട്സിന്റെ 2025 ജനുവരിയിലെ ആദ്യ ന്യൂസ് ലെറ്റർ ജനറൽ മാനേജർ രശ്മി ടി യൂസഫ് അലിക്ക് കൈമാറി. പ്രവാസി ഭാരതീയ ദിവസിന്റെ ആദ്യ ദിനമായ ബുധനാഴ്ച ചേർന്ന യുവ പ്രവാസി ഭാരതീയ ദിവസിൽ കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ഡോക്ടർ എസ് ജയശങ്കർ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരണ മാഝി, ന്യൂസ് വീക്ക് സിഇഒ ഡോക്ടർ ദേവ് പ്രഗത്, കേന്ദ്ര സഹമന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പ്രവാസി ഭാരതീയ ദിവസ്. BMC സ്പോർട്ട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC Sport News.